1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ സംഘർഷങ്ങൾ മൂർച്ഛിച്ചതിന്റെ ഫലമായി പിറവിയെടുത്ത പാർട്ടി. ഉത്തരം സ്വരാജ് പാർട്ടി. ഏത് ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനിയുടെ ജന്മദിനമാണ് ഓഗസ്റ്റ് 15? ഉത്തരം അരവിന്ദ് ഘോഷ്. രാജാജി, തെക്കു നിന്നുള്ള യോദ്ധാവ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം സി രാജഗോപാലാചാരി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റെജിമെന്റിനെ സഹായിച്ച വനിത? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. ജഗ്ജീവൻ റാം അറിയപ്പെട്ടത് ഏതു പേരിലായിരുന്നു? ഉത്തരം ബാബുജി. ബാപ്പുജി എന്ന് അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. തെക്കേ ഇന്ത്യയുടെ ദീപവാഹകൻ എന്നറിയപ്പെട്ടിരുന്ന നേതാവ്? ഉത്തരം എസ് സത്യമൂർത്തി. ഗീതാ രഹസ്യം എന്ന പുസ്തകം രചിച്ച നേതാവ്? ഉത്തരം ബാലഗംഗാധര തിലകൻ. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം എസ് ബി ചൗധരി. കോൺഗ്രസിൽ ചേരരുതെന്ന് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത മുസ്ലിം നേതാവ്? ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഏതു യുദ്ധത്തിനിടയിലാണ് ബ്രിട്ടീഷുകാരെ സഹായിക്കുവാൻ വേണ്ടി ഗാന്ധി ഇന്ത്യൻ ആംബുലൻസ് കോർപ്സിന് രൂപം നൽകിയത്? ഉത്തരം ബൂവർ യുദ്ധം. ഖാദിയെ സ്വാതന്ത്ര്യത്തിന്റെ അംഗവസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധിജി. ഗാന്ധിജി വിഭാവനം ചെയ്ത മാതൃകാ രാജ്യത്തിന്റെ പേര്? ഉത്തരം രാമരാജ്യം. മരണ ദിവസം ഗാന്ധിജിയെ ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഐ ഫോളോ ദ മഹാത്മാ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം കെ എം മുൻഷി. ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് ഗാന്ധിജി അഖിലേന്ത്യാ ഹരിജൻ സമാജം രൂപവൽക്കരിച്ച വർഷം? ഉത്തരം 1932. സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ഉത്തരം 1938 ഹരിപുര സമ്മേളനത്തിൽ. പൂനെയിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം മാറ്റുവാനുണ്ടായ കാരണം? ഉത്തരം പ്ലേഗ് പടർന്നു പിടിച്ചതിനാൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ദാദാഭായ് നവറോജി. മോത്തിലാൽ നെഹ്റു ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സമ്മേളനം? ഉത്തരം 1919 അമൃത്സർ സമ്മേളനം. കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആരായിരുന്നു? ഉത്തരം ബാലഗംഗാധര തിലകൻ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ വ്യാപാര ഫാക്ടറി എവിടെയായിരുന്നു? ഉത്തരം ഗുജറാത്തിലെ സൂററ്റിൽ. 1612 ഇത് സ്ഥാപിച്ചത്. ബാലവേല നിരോധിക്കുന്നതിന് 1881 റിപ്പൺ പ്രഭു കൊണ്ടുവന്ന നിയമം ഏതായിരുന്നു? ഉത്തരം ഫാക്ടറി നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സമയത്തെ വൈസ്രോയി? ഉത്തരം ചെംസ്ഫോർഡ് പ്രഭു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലിൻലിത്ഗോ പ്രഭു. ഇൽബർട്ട് ബിൽ പാസാക്കിയ വൈസ്രോയി? ഉത്തരം റിപ്പൺ പ്രഭു.
സ്വദേശി ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആരാണ്? ഉത്തരം അശ്വനി കുമാർ ദത്ത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം? ഉത്തരം 1930. കറൻസി നോട്ടുകൾ ഇറക്കാനുള്ള അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാക്കിയ ബ്രിട്ടീഷ് നിയമം? ഉത്തരം പേപ്പർ കറൻസി നിയമം. ബ്രിട്ടീഷുകാർ പേപ്പർ കറൻസി നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? ഉത്തരം 1861. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം PC റോയ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും ഇക്കണോമിക്സിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം ദാദാഭായ് നവറോജി. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് റാണി ലക്ഷ്മിഭായിയെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം സർ ഹ്യൂ റോസ്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? ഉത്തരം ലാല ലജ്പത് റായ്. ഗുരുജി എന്നറിയപ്പെട്ടിരുന്ന നേതാവ്? ഉത്തരം MS ഗോൾവാൾക്കർ. 1947 ഓഗസ്റ്റ് 15 അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം സർദാർ അജിത് സിംഗ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അരവിന്ദ ഘോഷ്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു? ഉത്തരം പോണ്ടിച്ചേരി. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം? ഉത്തരം 1664. പ്രധാനമായും എത്ര മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായി? ഉത്തരം 4. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യകാല കലാപങ്ങളിൽ അവസാനത്തേത് ഏതായിരുന്നു? ഉത്തരം കുറിച്യർ ലഹള. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തനം ആരംഭിച്ച വർഷം? ഉത്തരം 1602. ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം? ഉത്തരം ശ്രീരംഗപട്ടണം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി? ഉത്തരം ഹർഡിഞ്ച് രണ്ടാമൻ. ലോർഡ് കിച്ച്നറുമായി അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി? ഉത്തരം കഴ്സൺ പ്രഭു. ഉയർന്ന ഉദ്യോഗങ്ങളിൽ ഇന്ത്യക്കാർ വരാതിരിക്കാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി ബ്രിട്ടീഷുകാർ 21 നിന്ന് എത്ര വയസ്സായിട്ടാണ് കുറച്ചത്? ഉത്തരം 19. വടക്കേ ഇന്ത്യയിൽ ചിന്നിച്ചിതറി പ്രവർത്തിച്ചിരുന്ന തീവ്രവാദികളെയും വിപ്ലവകാരികളെയും ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി കാൺപൂരിൽ 1924 രൂപീകരിച്ച സംഘടന? ഉത്തരം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജസ്റ്റിസുമാർക്ക് വിചാരണ ചെയ്യാൻ അനുവദിച്ചുകൊണ്ടുള്ള ബിൽ ഏതായിരുന്നു? ഉത്തരം ഇൽബർട്ട് ബിൽ. ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് അഞ്ചാമനും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചത് ഏത് വൈസ്രോയുടെ കാലത്താണ്? ഉത്തരം ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ. ഒറീസയിലെ കടുത്ത ക്ഷാമവും ഭൂട്ടാനുമായുള്ള യുദ്ധവും നടന്ന സമയത്തെ വൈസ്രോയി? ഉത്തരം ജോൺ ലോറൻസ്. കോൺവാലിസ് കോഡ് നടപ്പിലാക്കിയ വർഷം? ഉത്തരം 1793. ഇന്ത്യയിൽ ആദ്യമായി എവിടെയാണ് യന്ത്രവൽകൃത തുണിമില്ലുകൾ തുടങ്ങിയത്?
ഉത്തരം അഹമ്മദാബാദ്. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി ആരെയാണ് നിയമിച്ചത്? ഉത്തരം സർ ജോൺ മാർഷൽ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം? ഉത്തരം 1946. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ വിദേശി? ഉത്തരം ജോർജ് യൂൾ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. സബർമതി ആശ്രമത്തിലെ സന്യാസി എന്ന് അറിയപ്പെട്ടത് ആരെയാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. സുതന്ത്ര പെരുമേ എന്ന വിഖ്യാത തമിഴ് കാവ്യത്തിന്റെ രചയിതാവ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ബഹിഷ്കൃത ഹിതകാരുണ്യ സഭ സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എങ്ങും ഇരുട്ടാണ്. മഹാത്മാഗാന്ധി അന്തരിച്ചപ്പോഴുള്ള ഒരു മഹാന്റെ വാക്കുകളാണ് ഇത്. ആരാണ് ആ മഹാൻ? ഉത്തരം ജവഹർലാൽ നെഹ്റു. അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പ്രസിദ്ധീകരണങ്ങൾ നടത്തിയ നേതാവ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. എവിടെ വെച്ചായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത്? ഉത്തരം മുംബൈ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ പേര്? ഉത്തരം മുൽ ശങ്കർ. ചക്രവാത സദർശനായ ഹിന്ദു എന്ന് അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വിവേകാനന്ദന്റെ ശിഷ്യ? ഉത്തരം സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം? ഉത്തരം മാർഗരറ്റ് നോബിൾ. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച വർഷം? ഉത്തരം 1897. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ബേലൂർ. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം? ഉത്തരം 1828. കൽക്കത്തയിൽ വേദാന്ത കോളേജ് തുടങ്ങിയത് ആരാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് കൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1825. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം? ഉത്തരം നരേന്ദ്രനാഥ ദത്ത. 1894 രൂപവൽക്കരിച്ച നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ ഗാന്ധിജി വഹിച്ച പദവി എന്തായിരുന്നു? ഉത്തരം ഓണറ്റി സെക്രട്ടറി. 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി ആരെയാണ് നിയോഗിച്ചത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഏതു തരം തോക്ക് ഉപയോഗിച്ചാണ് ഗോഡ്സെ ഗാന്ധിജിയെ വധിച്ചത്? ഉത്തരം ഇറ്റാലിയൻ ബെറീറ്റ പിസ്റ്റൾ. ഏതു ദിവസമാണ് ഗാന്ധിജി വധിക്കപ്പെട്ടത്? ഉത്തരം വെള്ളിയാഴ്ച. ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ്? ഉത്തരം റൊമെയ്ൻ റോളൻ.
ഗാന്ധി ഘാതകനായ ഗോഡ്സെ ഏത് പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു? ഉത്തരം ഹിന്ദു രാഷ്ട്ര. ഏത് വർഷമായിരുന്നു ഗാന്ധിജിയുടെ ഖേഡ സത്യാഗ്രഹം? ഉത്തരം 1918. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ഉത്തരം 5 തവണ. 1920, 1925, 1927, 1934, 1937. മഹാത്മാഗാന്ധിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഗാന്ധിജി എവിടെ നിന്നാണ് ബാരിസ്റ്റർ അറ്റ് ലോ ബിരുദം നേടിയത്? ഉത്തരം ഇംഗ്ലണ്ട്. ലണ്ടൻ യാത്രക്കിടെ ഗാന്ധിജി രചിച്ച ഗ്രന്ഥം? ഉത്തരം ഹിന്ദു സ്വരാജ്. ഗാന്ധിജി ഏത് വർഷമാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത്? ഉത്തരം 1918. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വന്യവയോധിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം അരുണ ആസഫ് അലി. മൂന്നാമത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം 1887 ചെന്നൈ. ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? ഉത്തരം 1929 ലാഹോർ സമ്മേളനത്തിൽ. 1907 സൂററ്റ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഉത്തരം റാഷ് ബിഹാരി ഘോഷ്. സ്ത്രീകൾ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം? ഉത്തരം 1889 ബോംബെ കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഹക്കീം അജ്മൽ ഖാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആചാര്യ JB കൃപലാനി. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, ഒന്നാം സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് 1857 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം CR മജൂംദാർ. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ട വർഷം? ഉത്തരം 1939. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയ 2 വ്യക്തികൾ ആരൊക്കെയാണ്? ഉത്തരം നാനാ സാഹിബ് താന്തിയ തോപ്പി. ഷിക്കാഗോ മത പാർലമെന്റിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത പ്രമുഖ മലയാളി ആരാണ്? ഉത്തരം രാജാ രവിവർമ്മ. സ്വാമി വിവേകാനന്ദൻ സമാധിയായ വർഷം? ഉത്തരം 1902.